അൻഡ്രു, ഒരുപക്ഷെ മലയാള സിനിമയിൽ നമ്മൾ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇത്രയുമധികം റീഎഡിറ്റിംഗ് നടത്തിയൊരു ചരിത്രമില്ല. ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് ഒരു സിനിമയിലെ കൊമേഴ്സ്യൽ ലാഭത്തിന് വേണ്ടിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അതിൻ്റെ ക്ലൈമാക്സുകൾ മാറ്റിയിട്ടുണ്ടാവാം. പക്ഷേ സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ആദ്യത്തെ സമ്പൂർണ്ണ എഡിറ്റാണ് നമ്മൾ കണ്ടത്. 24 എഡിറ്റാണ്. അതിൽ ഓരോന്നായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ നോക്കൂ, ഈ ബാബാ ബജ്രംഗി എന്ന് പറയുന്ന ആളുടെ പേര് ബൽരാജ് എന്ന പേരാക്കി മാറ്റുന്നു. ഉള്ള സ്ഥലത്ത് ഇത് മ്യൂട്ട് ചെയ്യുന്നു. NIA ബോർഡ് എടുത്ത് മാറ്റുന്നു. 666 എന്ന നമ്പർ മാറ്റുന്നു. അതേപോലെ ഈ സ്ത്രീയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, അതിൻ്റെ പ്രതീകാത്മക ദൃശ്യങ്ങൾ മാറ്റുന്നു. അപ്പോൾ ആ സിനിമയുടെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെ ചില സൂചനകളാണ് എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നത്. ഓർഗനൈസർ 4ാമത്തെ ദിവസവും തുടർച്ചയായിട്ട് ലേഖനം എഴുതുന്നു. ഇതൊരു മുന്നറിയിപ്പാണോ ഇനി വരും സിനിമകൾക്കും കൃതികൾക്കും? സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ എടുത്തു വരുന്ന നിലപാട് എന്ന് പറയുന്നത് അവരുടെ മുന്നിൽ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. ആ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അവർ BJP എന്ന രാഷ്ട്രീയ പാർട്ടിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസിക ഓർഗനൈസർ കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിലെ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നു. ആ സിനിമയെക്കുറിച്ച് പറയുന്ന കാര്യം വളരെ ചെറുതായിട്ട് കാണേണ്ട കാര്യമേ ഇല്ല. കാരണം എന്തുകൊണ്ടാണ്? സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് സിനിമയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല അവിടെ പറയുന്നത്. അവിടെ ഓർഗനൈസർ എന്താണ് പറയുന്നത്? അവിടെ ഓർഗനൈസർ രാഷ്ട്രീയം പറയുന്നു, അവിടെ ഓർഗനൈസർ മതങ്ങളെ പറയുന്നു, അവിടെ ഓർഗനൈസർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നുള്ള നിലയ്ക്കാണ്. സിനിമയെ ഉദ്ദേശിച്ചിട്ട് മാത്രം പറയുകയായിരുന്നെങ്കിൽ അതിലുള്ള ഭാഗങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഈ ഭാഗം ഇന്ന ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടും. അതുകൊണ്ട് ഇത് രാഷ്ട്രീയത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രശ്നത്തിന് വേണ്ടി ഉള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ക്രിസ്ത്യൻ സമുദായത്തോട് പറയുകയാണ്, നിങ്ങളുടെ മതത്തെ ചോദ്യം ചെയ്തു. ഓർഗനൈസറിന് എന്താ റോള്? ക്രിസ്ത്യൻ മതത്തിൻ്റെ അവരുടെ മതത്തിൽ എന്ത് സംഭവിച്ചാലും അവർക്ക് എന്താ റോള്? അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് പറയാൻ വേണ്ടി ഇവിടെ ക്രിസ്ത്യൻ സമൂഹം ഉണ്ടല്ലോ. അതിനെ ഓർമ്മപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഓർഗനൈസറായി മാറി എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അടുത്ത കാലത്തായി നടക്കുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ നാളെ നമ്മുടെ ഇത് വരികയാണല്ലോ, ബില്ല് വരികയാണല്ലോ, വഖഫ് ബില്ല്. എന്താണ് വഖഫ് ബില്ല് എന്ന് പറയുന്നത്? വഖഫ് ബില്ല് എന്ന് പറയുന്നത് കൃത്യമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും ഗുണം ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് ഏറ്റവും ഗുണം ചെയ്യുമെന്ന് അവർ പറയുന്ന ഒരു ബില്ലാണ് നാളെ വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു അവസരം അവരുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. ആ അവസരം അവർ കറക്റ്റായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സംഘപരിവാർ ശക്തികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്തേണ്ട കാലമാണ് ഇതെന്ന് അവർക്കറിയാം. അവരെല്ലാ രീതിയിലും അവർ നോക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഏറ്റവും ഗുണം ചെയ്ത ഒരു സിനിമയായി ഇത് മാറി എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിചാരിക്കുന്നില്ല ഇത് വലിയ രീതിയിൽ ക്രിയേറ്റിവിറ്റി കൊണ്ട് വലിയ രീതിയിൽ ഗുണം ചെയ്തൊരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ രീതിയിൽ കലാമൂല്യമുള്ള സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതിൽ പൃഥ്വിരാജിൻ്റെ വലിയ രീതിയിലുള്ള ഡയറക്ഷനൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ആ മുരളി ഗോപിൻ്റെ വലിയ രീതിയിലുള്ള കഥയും ഞാൻ അതിനകത്ത് കണ്ടില്ല. പക്ഷേ ആ കഥയെ വിജയിപ്പിച്ചത് RSSഉം ഈ പറഞ്ഞ പോലെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇന്ന് 250 കോടി രൂപ പിന്നിട്ട് നിൽക്കുകയാണ് സിനിമ. 250 കോടി രൂപ എന്ന് പറഞ്ഞാൽ അരുൺ എത്രയാണെന്നറിയോ? 750 തിയേറ്ററിലാണ് കേരളത്തിൽ ഓടുന്നത്. 750 തിയേറ്ററിൽ 6 ഷോ ആയിട്ടാണ് ഓടുന്നത്. ഒരു ദിവസം 6 ഷോ എന്ന് പറഞ്ഞാൽ 18 മണിക്കൂർ ഷോ ഓടുകയാണ്. ഒരു ഷോ പോലും ആളില്ലാതെ പോകുന്നില്ല. 18 ഷോ രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കും സിനിമ ഓടുകയാണ്. അപ്പം ആ സമയങ്ങൾ കണ്ടിരിക്കുകയാണ്. അപ്പം 250 കോടി രൂപേനെ നിങ്ങൾ ഒരു 200 രൂപ വെച്ച് കുണിക്കുക. ഒരു സീറ്റിന് 200 രൂപയാണല്ലോ വരിക. അപ്പോൾ ഏകദേശം എത്ര? 1,25,00,000 ആൾക്കാർ ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. ഏകദേശം മലയാളിയുടെ ജനസംഖ്യയിൽ 1/3 ഭാഗം ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. 1/3 ഭാഗം സിനിമ കണ്ടു എന്ന് കഴിഞ്ഞാൽ 3/1 300-ലധികം മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് മുന്നോട്ട് പോകണം. എന്താ സിനിമ എന്നിപ്പോൾ കാണാത്തവർക്ക് വരെ കൃത്യമായിട്ട് അറിയാം എന്നുള്ള രീതിയിൽ എന്താണെന്ന് കണ്ടവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് മലയാളി മാറി എന്നുള്ളതാണ്. അപ്പം എന്താണ് ഗുജറാത്ത് കലാപമെന്നും എന്താണ് അതിന് ശേഷം നടന്നതെന്നും എന്താണ് ഈ സിനിമയിൽ എന്നുള്ളത് എന്നും ഒക്കെ എന്ത് സംഭവിച്ചു ഇപ്പം മലയാളികൾ അറിഞ്ഞു എന്നുള്ളതാണ്. എന്താണോ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ എന്താണോ ഈ പറഞ്ഞ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിച്ചത്, അത് കറക്റ്റായി ജനങ്ങൾ അറിഞ്ഞു എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനേക്കാളും വലിയ കാര്യം എന്ന് പറഞ്ഞത് ഈ സിനിമ പൊളിറ്റിക്കലി കേരളത്തിൽ പൊളിറ്റിക്സ് പറയാത്ത സിനിമകൾ വളരെ കുറവല്ലേ. എത്ര സിനിമകൾ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുണ്ട്? പല ഇലക്ഷൻ തുടങ്ങുന്നതിന് മുൻപും സിനിമ വെച്ച് ലോഞ്ച് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ, ഇല്ലേ? സിനിമ 2026 ഇലക്ഷൻ നടത്തുകയാണെങ്കിൽ അത് കണക്കാക്കി സിനിമ എടുക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണല്ലോ. ഇന്ത്യയിൽ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്? ഓരോ രാഷ്ട്രീയ പാർട്ടികളും മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലടക്കം പല സ്റ്റേറ്റുകളും ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപ് അവരുടെ നേതാക്കളെ വരുന്ന രീതിയിൽ അവരുടെ മുഖ്യമന്ത്രി വരുന്ന രീതിയിൽ ഒരു സിനിമ ഇറക്കും.
മനസ്സിലാക്കും. ആ സിനിമ എന്ന് പറയുന്നത് കറക്റ്റ് പൊളിറ്റിക്കൽ മെസ്സേജ് ഞങ്ങളെ എത്തിക്കുന്ന ഒരു മാർഗ്ഗമായിട്ടാണ് സിനിമകളെ കാണുന്നത്. അത് തന്നെ പല സ്ഥലങ്ങൾ. അപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഈ പറയുന്ന പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്നതും തീവ്രവാദത്തെക്കുറിച്ച് പറയുന്നതും ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നതും എല്ലാം പറയുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ, പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്താണ്, അത് ആദ്യം മനസ്സിലാക്കിയത് ഇതൊരു വലിയ പാർട്ടിക്ക് ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഇതൊരു ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയ ഒരു വലിയ മാർഗ്ഗമാണെന്ന് കണ്ടെത്തിയ ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് RSS BJP ആണ്. അവർക്ക് എന്ത് മനസ്സിലാക്കി, ഇത് ചർച്ചയാക്കാം. ഇത് ചർച്ചയാക്കിയാൽ വലിയ രീതിയിലുള്ള മാറ്റം. നമ്മൾ സുരേഷ് ഗോപിൻ്റെ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാ പ്രസ്ഥാനങ്ങളും സുരേഷ് ഗോപിക്കെതിരെ തിരിഞ്ഞില്ല, വലിയ രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ. അതിനകത്ത് എന്താണ്, അത് അവസാനം വന്നപ്പോൾ അത് വിജയം എവിടെ എത്തി, സുരേഷ് ഗോപിൻ്റെ അടുത്ത് എത്തി എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സുരേഷ് ഗോപിൻ്റെ മേൽമയോടൊപ്പം ഈ പറഞ്ഞ വിമർശനങ്ങളും അവർക്കത് ഗുണമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പം എന്താണ്, ഇപ്പം റീച്ച് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് റീച്ച് എത്തിക്കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാം, പോസിറ്റീവ് ആക്കാൻ പറ്റും. ഈ റീച്ച് ഇല്ലാതിരിക്കും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം RSSൻ്റെയും BJPൻ്റെയും പ്രശ്നം ജനങ്ങളിലേക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ മുന്നിൽ മൈക്ക് എത്തുന്നില്ല, അവരുടെ മുന്നിൽ ക്യാമറകൾ എത്തുന്നില്ല, അവരുടെ മുന്നിൽ ചോദ്യങ്ങൾ എത്തുന്നില്ല. അവർ ചോദിച്ചാലല്ലേ മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കറക്റ്റായിട്ട് ഓർഗനൈസറെ കുറിച്ച് പറയുന്നു, നിങ്ങൾ കറക്റ്റായിട്ട് RSSനെ കുറിച്ച് പറയുന്നു, കറക്റ്റായിട്ട് BJPയെ കുറിച്ച് പറയുന്നു. BJPൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ മൈക്കെത്തുന്നു, ഈ പറഞ്ഞ മുൻ അധ്യക്ഷൻ സുരേന്ദ്രൻ മുന്നിൽ മൈക്കെത്തുന്നു, സുരേഷ് ഗോപിയുടെ മുന്നിൽ മൈക്കെത്തുന്നു, BJPയുടെ നേതാക്കന്മാരുടെ മുന്നിൽ മൈക്കെത്തുന്നു, RSSൻ്റെ നേതാക്കന്മാരുടെ മുന്നിലെത്തുന്നു. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ക്രിസ്ത്യൻ വിഭാഗത്തെയും ഹിന്ദു വിഭാഗത്തെയും ഒപ്പം നിർത്തിക്കൊണ്ടുള്ള സംസാരം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് അവർ റീച്ച് കൂട്ടുക എന്ന് പറയുക. ആ റീച്ച് കൂട്ടാനുള്ള ഒരു മാധ്യമമായി ഈ എമ്പുരാൻ സിനിമയെ മാറ്റിയെടുത്തു എന്നുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം 200, 500, 1000 കോടിയോ കളക്ട് ചെയ്താലും പ്രശ്നമില്ല. 1000 കോടി കളക്ട് ചെയ്താലും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതെന്താണ്, അത് അതിൻ്റെ പ്രൊഡ്യൂസർക്കും അത് ആന്റണി പെരുമ്പാവൂരിനും ഗോകുലം ഗ്രൂപ്പിനും കിട്ടും എന്നുള്ളതിനേക്കാൾ അപ്പുറം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 1000 കോടി കളക്ട് ചെയ്തോ, 500 കോടി കളക്ട് ചെയ്തോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ, കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഈ സിനിമ കാണണം, കണ്ടാലേ ഇവരിലേക്ക് ഈ റീച്ച് എത്തുള്ളൂ. ആ റീച്ച് എത്തിയാൽ മാത്രം ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തായിരുന്നു RSS പറഞ്ഞതെന്നും എന്താണ് BJP പറഞ്ഞതെന്നും എന്നുള്ള കാര്യങ്ങൾ ജനങ്ങൾ ചിന്തിക്കുകയുള്ളൂ. ആ ചിന്തിക്കാനുള്ള ഒരു മാധ്യമമായി ഈ പറയുന്ന സിനിമയെ മാറ്റി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പം ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ ഇനിയും ഉണ്ടാവും. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇത് സിനിമകൾ ഇനി എന്താണ്, ഇതൊരു പാഠമാക്കിയവർ ഇതിങ്ങനെ വിജയിപ്പിച്ചെടുക്കാമെന്ന് ശീലിച്ചു. ഇനി വരുന്ന നിങ്ങൾ RSSുമായി ബന്ധപ്പെട്ടവർക്ക് പിന്നെ സിനിമ ഇറങ്ങാൻ പറ്റില്ല. ഇനി ഇറങ്ങിയാൽ ചോദ്യം ചെയ്യും. BJPയെ ബന്ധപ്പെട്ട ഒരു സിനിമ ഇറങ്ങാൻ പറ്റില്ല, ചോദ്യം ചെയ്യും. ഈ പറയുന്ന മുൻ നടന്ന ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട സിനിമ ഇറങ്ങാൻ പറ്റില്ല. സിനിമ ഇറക്കണമെങ്കിൽ തന്നെ നമ്മളൊന്ന് ആലോചിക്കും, ഇത് ഇത്രയും വലിയ ഒരു തലവേദന എടുത്ത് തലയിൽ വെക്കണോ, ഇറക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പം ഈ സിനിമേനെ വലിയ പിന്നെ പൊളിറ്റിക്കലി എന്താ പറയുക, ഫിനാൻഷ്യലി പിന്നെ ലാഭകരമായി എന്ന് വിചാരിച്ചാൽ അടുത്ത സിനിമ ലാഭകരമായിക്കോണമെന്നില്ലല്ലോ. അടുത്ത സിനിമയ്ക്ക് നിങ്ങൾക്ക് മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും ഒന്നും പ്രമുഖ നടനായി കിട്ടില്ലല്ലോ. ഇതെന്തുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും ചർച്ച ചെയ്യപ്പെട്ടത്? ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പൃഥ്വിരാജ് ആയതുകൊണ്ടാണ്, ഇതിൻ്റെ പ്രധാന നടൻ എന്ന് പറയുന്നത് മോഹൻലാൽ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനേക്കാളും തൊട്ട് മുൻപ് ഇതുമായി ഒരു ബന്ധമില്ലാത്ത വേറൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അത് വലിയ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ജനങ്ങൾ ആ ലെവലിൽ ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ലൂസിഫറിനേക്കാളും നല്ലൊരു സിനിമ, എമ്പുരാൻ എന്ന് പറയുന്നത് വരുന്നു, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് പറഞ്ഞ ഒരു വലിയ ഫാൻ ബേസ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഉണ്ടാക്കി വെച്ച ഫാൻ ബേസിലേക്കാണ് ഈ സിനിമ വന്നിറങ്ങുന്നത്. അതിനെ ഹൈപ്പ് ചെയ്യാൻ, അത് ഇവരുടെ ഭാഗമാക്കി മാറ്റാൻ അവർ നടത്തിയ ശ്രമം അവർ വിജയിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മലയാളികൾ മനസ്സിലാക്കിയാൽ മലയാളികൾക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ ഇനി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.